വെൽക്കം ടു അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. രക്തസമ്മർദ്ദം കുറയ്ക്കാം, ആരോഗ്യം സംരക്ഷിക്കാം, വരുത്തൂ ജീവിതശൈലിയിൽ ഈ മാറ്റങ്ങൾ. ഉയർന്ന രക്തസമ്മർദ്ദമുള്ള രോഗികളുടെ എണ്ണം ഓരോ ദിവസവും അതിവേഗം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അമിതമായ ടെൻഷനോ ഉത്കണ്ഠയോ മൂലമാണ് ഈ രോഗം പ്രധാനമായും ഉണ്ടാകുന്നത്. കൂടാതെ ശരീരത്തിലെ സോഡിയം, പൊട്ടാസ്യം എന്നിവയുടെ അസന്തുലിതാവസ്ഥയും മൂലം ഹൈപ്പർ ടെൻഷൻ പ്രശ്നം ഉണ്ടാകുന്നു. ഉയർന്ന രക്തസമ്മർദ്ദത്തെ നിശബ്ദ കൊലയാളി എന്നും വിളിക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദ സമയത്ത് ധമനികളിലെ രക്തസമ്മർദ്ദം വളരെയധികം വർദ്ധിക്കുന്നു. സമ്മർദ്ദം വളരെക്കാലം തുടരുകയാണെങ്കിൽ അത് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ഇത് ഹൃദയാഘാതം, പക്ഷാഘാതം തുടങ്ങി നിരവധി രോഗങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ആയതിനാൽ 30 വയസ്സിന് ശേഷം ഓരോ വ്യക്തിയും കൃത്യമായ ഇടവേളയിൽ ഉയർന്ന രക്തസമ്മർദ്ദം പരിശോധിക്കണം. കൂടാതെ ഭക്ഷണശീലങ്ങളിലും ജീവിതശൈലിയിലും കാര്യമായ മാറ്റങ്ങൾ വരുത്തുകയും വേണം. ഹൈപ്പർ ടെൻഷൻ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ചില വഴികളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ആദ്യമായി ശരീരഭാരം ക്രമമാക്കുക. ആരോഗ്യകരമായ ബോഡി മാസ് ഇൻഡെക്സ് 18.5 to 24.9 എന്നീ ശ്രേണിയിലാണെന്ന് നിങ്ങൾക്കറിയാമോ? ശരീരഭാരം കൂടുന്നതനുസരിച്ച് ഒരാളുടെ രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നു. ആയതിനാൽ നിങ്ങളുടെ ശരീരഭാരം നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് ഫിറ്റ് ആയിരിക്കണമെന്നും സമീകൃത ആഹാരം കഴിക്കുകയും ദിവസവും വ്യായാമം ചെയ്യുകയും വേണം. സമീകൃത ആഹാരം കഴിക്കുക. നിങ്ങളുടെ ഭക്ഷണശീലങ്ങൾ തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിന്റെ ചുമതല ഏറ്റെടുക്കാനും ധാരാളം പഴങ്ങളും പച്ചക്കറികളും കൊഴുപ്പും കുറഞ്ഞ പാൽ ഉൽപ്പന്നങ്ങളും കഴിക്കാനുമുള്ള സമയമാണിത്. ജങ്ക്, എണ്ണമയമുള്ളത്, പ്രോസസ് ചെയ്തത്, ടിന്നിലടച്ച ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. പാസ്ത, പിസ്സ, ബർഗർ, ഫ്രഞ്ച് ഫ്രൈ, ചിപ്സ്, കൃത്രിമ മധുരമുള്ള മറ്റു ഭക്ഷണങ്ങൾ എന്നിവ കഴിക്കുന്നത് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ ഭക്ഷണശീലങ്ങൾ അറിയുന്നതിനും അവ മെച്ചപ്പെടുത്തുന്നതിനും ഒരു ഭക്ഷണ ഡയറി സൂക്ഷിക്കുക. നിങ്ങൾ എന്താണ് കഴിക്കുന്നത് അതിൽ രേഖപ്പെടുത്തുക. സോഡിയം കഴിക്കുന്നത് കുറയ്ക്കുക. സോഡിയത്തിന്റെ അളവ് സ്വാഭാവികമായും രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. ആയതിനാൽ സോഡിയം കുറഞ്ഞ ഭക്ഷണങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക. കെച്ചപ്പ് മുതൽ റൊട്ടി വരെ പല ഭക്ഷണങ്ങളും സോഡിയം മറിഞ്ഞിരിക്കുന്നതിനാൽ ഇതെല്ലാം ഒന്ന് പരിമിതപ്പെടുത്തുക. നിങ്ങളുടെ ഉപ്പ് ഉപഭോഗം ശ്രദ്ധിക്കാൻ ഭക്ഷണ സാധന പാക്കറ്റുകളുടെ ലേബലുകൾ വായിച്ചു നോക്കുക. സജീവമായിരിക്കുക. നിങ്ങൾ ഉദാസീനമായ ജീവിതശൈലി നയിക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാം തെറ്റാണ് ചെയ്യുന്നത്. ആഴ്ചയിൽ 5 ദിവസം അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യാം. നീന്തൽ, സൈക്ലിംഗ്, എയർ ബോക്സിംഗ്, യോഗ, ജിമ്മിംഗ്, ഓട്ടം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കായിക വിനോദം തിരഞ്ഞെടുക്കാനും ശ്രദ്ധിക്കുക. മദ്യം ഒഴിവാക്കുക. പുകവലി നിർത്തുക. നിങ്ങൾക്ക് ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടെങ്കിൽ മദ്യം ഒഴിവാക്കുക, അല്ലെങ്കിൽ മിതമായ അളവിൽ മാത്രം കഴിക്കുക. ആരോഗ്യമുള്ള മുതിർന്നവർക്ക്, അതായത് സ്ത്രീക്ക് ഒരു ദിവസം 1 ഡ്രിങ്ക് വരെയും പുരുഷന്മാർക്ക് ഒരു ദിവസം 2 ഡ്രിങ്ക് വരെയും കഴിക്കാം. ആൽക്കഹോളിൽ കലോറി അടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. അത് അനാവശ്യമായ ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിന് കാരണമായേക്കാം. ഉയർന്ന രക്തസമ്മർദ്ദത്തിനുള്ള അപകട ഘടനയാണ് ഇത്. കൂടാതെ മദ്യം ചില രക്തസമ്മർദ്ദങ്ങളെ മരുന്നുകളായി ഇടപഴകുന്നതും നിങ്ങളുടെ ശരീരത്തിൽ മരുന്നിന്റെ അളവിനെ ബാധിക്കുകയും അല്ലെങ്കിൽ പാർശ്വഫലങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. പുകവലി ഉപേക്ഷിക്കുന്നതിലൂടെ രക്തസമ്മർദ്ദം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും കഴിയും. പൊട്ടാസ്യത്തിന്റെ ഉപഭോഗം വർദ്ധിപ്പിക്കുക. പൊട്ടാസ്യം നിങ്ങളുടെ രക്തസമ്മർദ്ദം ഫലപ്രദമായി കുറയ്ക്കും. ആയതിനാൽ കൂടുതൽ വാഴപ്പഴം, ഉരുളക്കിഴങ്ങ്, തക്കാളി, ഓറഞ്ച് ജ്യൂസ്, ഉണക്കമുന്തിരി, ബ്രൊക്കോളി, ചീര, കൂൺ എന്നിവ കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ ദൈനംദിന പൊട്ടാസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. ദിവസവും 3000 മുതൽ 3500 മില്ലിഗ്രാം വരെ പൊട്ടാസ്യം കഴിക്കുന്നത് നിങ്ങളുടെ രക്തസമ്മർദ്ദത്തിന്റെ അളവിനെ ഫലപ്രദമായി കുറയ്ക്കും. എന്നിരുന്നാലും നിങ്ങൾക്ക് വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പൊട്ടാസ്യം കഴിക്കുന്നതിനെ കുറിച്ച് ഡോക്ടറുമായി സംസാരിക്കുക. കാരണം അമിതമായ പൊട്ടാസ്യം വൃക്കകൾക്ക് ദോഷം ചെയ്യും. സമ്മർദ്ദം നിയന്ത്രിക്കുക. നിങ്ങൾ സമ്മർദ്ദപൂരിതമായ അവസ്ഥയിലായിരിക്കുമ്പോൾ ശരീര ഹോർമോണുകളുടെ ഒരു പ്രഭാഗം തന്നെ ഉണ്ടാകുന്നു. ഈ ഹോർമോണുകൾ നിങ്ങളുടെ ഹൃദയമിടിപ്പ് വേഗത്തിലാക്കുകയും രക്തക്കുഴലുകൾ ഇടുങ്ങിയതാക്കുകയും ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ രക്തസമ്മർദ്ദം താൽക്കാലികമായി വർദ്ധിക്കുന്നു. സമ്മർദ്ദം ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്നു എന്നതിന് തെളിവുകളൊന്നുമില്ല. എന്നാൽ സമ്മർദ്ദത്തോട് അനാരോഗ്യകരമായ രീതിയിൽ പ്രതികരിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ജലാംശം നിലനിർത്തുക. പ്രതിദിനം 8 മുതൽ 10 ഗ്ലാസ് വരെ വെള്ളം കുടിക്കുന്നത് രക്തസമ്മർദ്ദവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ്. ആയതിനാൽ സ്വയം ആവശ്യത്തിന് വെള്ളം കുടിച്ച് ജലാംശം നിലനിർത്തുക. രക്തസമ്മർദ്ദം പതിവായി നിരീക്ഷിക്കുക. രക്തസമ്മർദ്ദം നിങ്ങൾ വീട്ടിൽ നിന്ന് പതിവായി നിരീക്ഷിക്കണം. പ്രത്യേകിച്ചും മരുന്നുകൾ കഴിക്കേണ്ടതിന്റെ ആവശ്യകത തടയാനോ നിങ്ങൾ ഇപ്പോൾ കഴിക്കുന്ന മരുന്നുകൾ കുറയ്ക്കാനോ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് ഫലപ്രദമായ ഒരു വഴിയാണ്. എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.